ശബരിമല നട അടച്ചതിന് ശേഷമുള്ള വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തു. ചെങ്കറ സ്വദേശി അനീഷിനെതിരെയാണ് കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പമ്പ പോലീസിനോടും റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, വിശദാംശം. രുചിഷ്, 18-ാം തീയതിയാണ് ശബരിമല നട അടയ്ക്കുന്നത്. 18-ാം തീയതി ഇയാൾ ശബരിമലയിൽ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. ശേഷം 18-ാം തീയതി രാത്രി നട അടയ്ക്കുന്നു. അതിനുശേഷം 19-ാം തീയതി ഇയാൾ ശബരിമല നട അടച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ ഇയാളുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തി ഇറങ്ങി എന്ന നിലയ്ക്കാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 19-ാം തീയതി പിന്നീട് ശബരിമല അടച്ചതിന് ശേഷം അതിക്രമിച്ച് ശബരിമലയിൽ എത്തുകയോ ദൃശ്യങ്ങൾ പകർത്തുകയോ ചെയ്തതാകാനുള്ള സാധ്യതയില്ല. അതിനങ്ങനെ കയറി ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതിയുമില്ല. എന്തായാലും ഈ ശബരിമല നട അടച്ച ശേഷമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. അതാണ് അയാളുടെ യൂട്യൂബ് ചാനലിൽ അയാൾ പോസ്റ്റ് ചെയ്തിരുന്നത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരുന്നു ആ യൂട്യൂബിൽ ആ വീഡിയോ. അത് പിന്നീട് ഈ വിവാദമായതോടെ കേസെടുത്തതോടെ തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു. എന്തായാലും പമ്പ പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ശബരിമല നട അടച്ച ശേഷം അങ്ങനെ ദൃശ്യങ്ങൾ പകർത്താൻ വനംവകുപ്പിൻ്റെയോ അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഒന്നും പ്രത്യേക അനുമതി ഇല്ലാതെ അതിന് സാധിക്കുകയുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇയാൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതും ആ വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിൽ പങ്കുവെക്കുന്നതും. ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ശബരിമലയെ പറ്റിയുള്ള മറ്റ് വീഡിയോകളടക്കം നേരത്തെ തന്നെ ഇയാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഇനിയിപ്പോൾ പരിശോധിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ ശബരിമല നട അടച്ച ശേഷം അനുമതിയില്ലാതെ ഉള്ള ദൃശ്യങ്ങൾ പകർത്തിയെന്ന കാര്യമടക്കം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പമ്പ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ പമ്പ പോലീസിനോട് ഇത്തരത്തിൽ വിശദീകരണം തേടിയിരുന്നു ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ ചിത്രീകരിച്ചതിൽ. അതിന് പിന്നാലെയാണ് നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള നടപടി വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം വിവാദമായതിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്നും അയാളുടെ നീക്കം ചെയ്തിട്ടുമുണ്ട്. രുചീഷ്. ശരി ശ്രീരാജ്.